വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 12 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു ദാവീദിന്റെ പുത്രൻ. ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നതെങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എന്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ അവന്റെ പുത്രനാകുന്നത്? ജനക്കൂട്ടം സന്തോഷപൂർവം അവന്റെ വാക്കുകൾ ശ്രവിച്ചു. ക്രിസ്തുവിനെ അർത്ഥപൂർണമായി മനസ്സിലാകുന്നതിനുള്ള മാർഗം. ജീവിതത്തിലുടനീളം ഉണ്ടാകാനിടവന്നിട്ടുള്ള എതിർപ്പുകളെയും വിവാദങ്ങളെയും പ്രതിസന്ധികളെയും ധീരോദാത്തമായും കലാത്മകമായും അഭിമുഖീകരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് യേശുവിനെ സുവിശേഷങ്ങളിൽ നമുക്ക് സാധാരണയായി നോക്കിക്കാണാനാകുക. എന്നാൽ ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ചിത്രം വളരെ വ്യത്യാസപ്പെട്ട ഒന്നായിട്ട് വേണം മനസ്സിലാക്കാൻ. യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരം ശ്രോതാക്കള് ഉത്സാഹപൂർവ്വം യേശുവിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ പ്രബോധനത്തിന്റെ ഇടയിൽ യേശു അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ടാണ് സുവിശേഷകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ആ ചോദ്യം ഇതാണ്: നിയമജ്ഞർ പറയുന്നു ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന്. അങ്ങനെ ഒരു പരാമർശം വായിക്കാൻ ഇടവരുന്നു. എന്നാൽ യേശു അവരോട് ചോദിക്കുന്നു, ഈ ദാവീദ് തന്നെ അരൂപിയാൽ പ്രചോദിതനായി ക്രിസ്തുവിനെ എന്റെ കർത്താവേ എന്ന് അഭിസംബോധനം ചെയ്തതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു. അങ്ങനെയിരിക്കെ എങ്ങനെയാണ് ക്രിസ്തു ദാവീദിന്റെ പുത്രനാകാൻ ഇടവരിക? ക്രിസ്തുവിനെ ദാവീദ് കർത്താവേ എന്ന് വിളിക്കുന്ന സ്ഥിതിക്ക് ഇതായിരുന്നു യേശുവിന്റെ പഠിതാക്കളോടായിട്ടുള്ള ചോദ്യം. യേശുവിന്റെ ചോദ്യത്തിന് പല കാരണങ്ങൾ ഉണ്ടായേക്കാം. അതിൽ ചിലത് അവരുടെ പൊതു വിജ്ഞാനത്തെ ഒന്ന് പരീക്ഷിക്കണം, യേശുവിനെ സംബന്ധിച്ചുള്ള അവരുടെ ജ്ഞാനം എന്താണ് എന്ന് മനസ്സിലാക്കണം, നിയമജ്ഞരുടെ പഠനം ഏതു തരത്തിൽ അവർ ഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം, പൊതുവെ അവരുടെ ഗ്രഹണശക്തി എങ്ങനെയിരിക്കുന്നു എന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി കൂടി ആയിരിക്കാം യേശു ആ തരത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. സ്വാഭാവികമായിട്ടും പഠിതാക്കൾ ആരും ഉത്തരം നൽകുന്നതായിട്ട് സുവിശേഷത്തിൽ നാം കാണുന്നില്ല. ഇവിടെ യേശു വ്യക്തമാക്കി കാണണം, ഈ പരാമർശ വിഷയമായിരിക്കുന്ന വ്യക്തിയാകുന്ന യേശു താൻ തന്നെയാണെന്നും തന്നെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് കാണുന്ന വിധത്തിൽ മാത്രം നോക്കിക്കാണാവുന്ന ഒരു വ്യക്തി അല്ല എന്നും അതിനപ്പുറം ഒരു മാനം തനിക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ളൊരു ശ്രമം കൂടിയാകാം ഈ ചോദ്യത്തിന്റെ പുറകില് എന്ന് വിചാരിക്കുന്നത് തെറ്റില്ല. എന്നുവെച്ചാൽ ദാവീദിന്റെ പുത്രൻ ക്രിസ്തു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒന്ന്, ദാവീദ് ക്രിസ്തുവിനെ എന്റെ കർത്താവേ എന്ന് വിളിക്കുന്ന അതും അർത്ഥപൂർണമായിട്ടുള്ള യാഥാർത്ഥ്യം, ക്രിസ്തുവിൽ അന്തസ്ഥിതമായിരിക്കുന്ന രണ്ട് സ്വഭാവത്തിന്റെ സവിശേഷത അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം തന്റെ പഠിതാക്കളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി യേശുവിന്റെ പെടകുതി അനുസരിച്ച് യേശുവിൽ നിന്ന് വന്ന ഒരു ചോദ്യമായിരിക്കണം അത്. എന്തു തന്നെയായാലും സുവിശേഷകനായ മാർക്കോസ് നമ്മോട് പറഞ്ഞു തരുന്നു, പഠിതാക്കൾ എല്ലാവരും തന്നെ വലിയ ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി അവന്റെ വചസ്സുകൾ കേട്ടുകൊണ്ടിരുന്നു എന്ന്. ഈ തരത്തിലുള്ള ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ശ്രവണം തന്നെയാണ് യേശുവിനെ കൂടുതൽ മനസ്സിലാക്കുന്നതിനുള്ള വഴിയെന്നും നാം ഗ്രഹിക്കുന്നതിൽ തെറ്റില്ല.